ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു 5 മാസമായി ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട്. ഒരുപാട് ഓട്ടത്തിലായിരുന്നു അല്ലേ, ജീവിതത്തിൻ്റെ ഓട്ടത്തിലായിരുന്നു. എൻ്റെ ക്ലാസ്സും പിന്നെ കുറച്ച് യാത്രകളും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യണ്ടായില്ല. പക്ഷേ എനിക്ക് എൻ്റെ യൂട്യൂബിലെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, ചാനലൊന്നും നിർത്തണ്ട, നമുക്ക് വീഡിയോ ഇടാമെന്ന്. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാണ്. അപ്പോൾ നാട്ടിൽ 2 അമ്മമാർക്കും ഞങ്ങളിവിടെ എവിടെയൊക്കെ പോകുന്നു, ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, അവർക്ക് കാണണമല്ലോ. മീൻസ് കൊച്ചുണ്ട്, അപ്പോൾ അവനെ കാണണം, അവൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ 2 പേർക്കും ഭയങ്കര കൊതിയാണ്, ഇവൻ അച്ഛനും. അപ്പോൾ അമ്മ എപ്പോഴും പറയും വിളിക്കുമ്പോൾ വീഡിയോ ചെയ്യുക, അപ്പം അങ്ങനെയെങ്കിലും കാണാമല്ലോ എന്നൊക്കെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ശരിയാണ് അല്ലേ. അതെ, അപ്പോൾ നല്ലൊരു ദിവസം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, ഞങ്ങളൊരു റീസ്റ്റാർട്ടിന്. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു ദിവസം വന്നേക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ ആഷിക്കുട്ടൻ്റെ 4ാമത്തെ പിറന്നാളാണ്, നക്ഷത്രം. ഇന്ന് കർക്കിടകത്തിലെ മകീര നാളാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ച് അല്ലേ. ബേബിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇതല്ല, ഇത് നമ്മൾ ദുബായിലെ സെക്കൻഡ് ടൈം ആണ് അല്ലേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവൻ്റെ ഡേറ്റ് വരുന്നത് August 14th. അന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു ഒരു കൊച്ചു സദ്യയൊക്കെ ഉണ്ടാക്കാം. നമ്മുടെ മനസ്സൊന്നും അത്ര ഓക്കെ അല്ല നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. പക്ഷെ മോനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ബർത്ത്ഡേ ചോദിക്കേണ്ടത്. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു കൊച്ചു സെലിബ്രേഷൻ. പിന്നെ എന്താ പറയുക, പിന്നെ അവൻ്റെ പേരിൽ ഞങ്ങൾക്ക് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതാണ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞങ്ങൾ ഇത്തവണ അവന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കണ്ടാലോ? ഓക്കെ. രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായിട്ട് ആഷിക്കുട്ടൻ വന്നു കേട്ടോ. ഹരിയേട്ടനാണ് അവനെ കുളിപ്പിക്കുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞത് ഇതുപോലൊരു ചാട്ടം, അത് നിർബന്ധമായിട്ട് ആൾക്ക് ഡെയിലി ഉള്ളതാണ്. കുളി കഴിഞ്ഞ് വന്ന ബെഡിൽ കയറി ഇങ്ങനെ ഒരു ചാട്ടം. പിന്നെ ഇന്ന് സന്തോഷം കൂടുതലാണല്ലോ. ആരുടെ? ഹാപ്പി പെരുന്നാളുകാരൻ. ഞങ്ങൾ പുതിയ ഉപ്പൊക്കെ ഇടാൻ പോവാണ്. ഇതാണ് ഞങ്ങളുടെ പുതിയ ഉടുപ്പ്. ഇടാം. ഞാൻ ഒരു കാര്യം കാണിച്ചാൽ നിങ്ങൾക്ക്. എന്റെ ടോയാണ് ഇതൊക്കെ. എത്ര ടോയ് ഉണ്ട്? 3 ടോയാണിത്. 3 ടോയ് ഉണ്ട്. ഇത് എന്ത് ടോയാണ്? ജെസിബിയാണിത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഡ്രസ് ഇടാ. പിറന്നാളുകാരൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു. ഇവിടെ പിറന്നാളുകാരൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, യമിക്കുട്ടൻ. 2 പേരും കൂടി ഇനി കളിക്കാനൊക്കെ പോവാണ്. ഹായ് ഹായ് പറഞ്ഞേ. ആരാ ദശു? അടുത്ത റൂമിലൊരു കുഞ്ഞൂടി കളിക്കാൻ വന്നതാണ്. ഞാൻ അപ്പോഴേക്കും നമ്മളുടെ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് അവിയലിനാണേ. ഞാൻ കുക്ക് ചെയ്യുന്നൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് വീഡിയോ തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളുടെ മസാലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും സവാള എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ 1:30 ആയപ്പോഴേക്കും ഒരു കുഞ്ഞ് സദ്യ ഞാൻ ഒരുക്കി. ചോറ് വെച്ചു, അവിയൽ വെച്ചു. പിന്നെ നമ്മളുടെ സ്പെഷ്യൽ മസാലക്കറിയാണ്. ഒരു കാര്യമുണ്ട്, പപ്പടം ധാരാളം ആവശ്യം വരില്ല, അപ്പോൾ ഒത്തിരി വറുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെ, പാലക്കാട് അമ്മയുടെ സ്പെഷ്യൽ മസാലക്കറി. അമ്മയ്ക്ക് സദ്യ എന്ന് പറഞ്ഞാൽ മസാലക്കറി മസ്റ്റാണ്. അപ്പോൾ ഞാനും അത് വെക്കാൻ പഠിച്ചു കേട്ടോ. പിന്നെ സാമ്പാർ, ക്യാബേജ് തോരൻ, പഴം. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കിയത് ഒരു കുഞ്ഞ് സേമിയ പായസം കേട്ടോ. 14-ാം തീയതി കുറച്ച് വലിയ പായസം വെക്കാമെന്ന് കരുതി, പരിപ്പോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നമ്മളുടെ സദ്യ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഭഗവാന് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഭഗവാന് വെക്കാറുണ്ട്, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അപ്പോൾ ഭഗവാന് പപ്പടം, പഴം, പായസമൊക്കെ വെച്ചു. ആഷിക്കുട്ടൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാന്. അപ്പോൾ ഇനി നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അധികം ആരും ഒന്നും ക്ഷണിച്ചിട്ടില്ല കേട്ടോ, കാരണം അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് ക്ഷണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് അവൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ആഷിക്കുട്ടന് ഒരു കുഞ്ഞ് ഇലയൊക്കെ ഇട്ട് കൊടുത്തു. അവൻ കഴിക്കുന്നുണ്ട്. തനിയെ വാരി കഴിക്കാൻ നല്ല മടിയുള്ള ആളാണ്. പക്ഷേ ഇന്നങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആൾക്ക് കഴിക്കാൻ നല്ല ഉഷാറായി. ആഷിക്കുട്ടനും ഹരിയേട്ടനും പിന്നെ അവൻ്റെ ഫ്രണ്ട് എമിക്കുട്ടനും ഉണ്ട്. എമിന് സദ്യ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എമിൻ്റെ അമ്മയുണ്ട്, പക്ഷെ അവൾക്ക്
വീഡിയോയിൽ വരാൻ കുറച്ച് മടിയാണ്. അപ്പോൾ അമ്മിൻ്റെ അമ്മേനെ കാണിക്കുന്നില്ല, അവളുണ്ട് നമ്മുടെ കൂടെ കഴിക്കാൻ. പിന്നെ ദേ നമ്മളുടെ ലല്ലുക്കുട്ടനും എല്ലാവരും ചേർന്നാണ് നമ്മളുടെ ആഷിക്കുട്ടൻ്റെ പിറന്നാൾ സദ്യ കഴിച്ചത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സദ്യ എല്ലാം കഴിഞ്ഞ് മക്കളെല്ലാവരും കൂടെയും കളിക്കുക കേട്ടോ. സദ്യയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേ എല്ലാവരും കഴിച്ചൊരു നല്ല അഭിപ്രായം പറയണ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമല്ലേ. അങ്ങനെ ദേ നമ്മളുടെ സദ്യയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കളിക്കുകയാണ്. ഇന്ന് ഫുള്ളായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ ദിവസമാണ്, ആഷിക്കുട്ടൻ്റെ ദിവസം. അത് കഴിഞ്ഞ് അവർ നല്ല ചാട്ടവും ഡാൻസായിരുന്നു, നിർത്താണ്ടുള്ള ചാട്ടമായിരുന്നു. ഇവരുടെ ഡാൻസ് കാണുമ്പോൾ എനിക്ക് നല്ല ചിരി വരും. പിന്നെ ഇവരുടെ ചാട്ടവും ഡാൻസും കളികളൊക്കെ കഴിഞ്ഞാണ് ഞാൻ റൂമൊന്ന് വൃത്തിയാക്കുകയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെയും ടോയ്സും കാര്യങ്ങളും എല്ലാം നിരത്തും. അപ്പോൾ ഇതെല്ലാം കഴിയട്ടെ എന്ന് കരുതി ഇവരുടെ ഡാൻസും കളിയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇത്ര ഉണ്ടായുള്ളൂ കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി ആഷിക്കുട്ടനായിട്ട് അരിയട്ടം വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, കാരണം ഞാൻ ഒരുപാട് നാളായി വീഡിയോകൾ ചെയ്തിട്ട്. അപ്പോൾ ഏകദേശം ചാനലൊക്കെ ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.